വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളെ ബൈക്കിന്റെയും സ്കൂട്ടറിന്റെയും എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. കാര്യം ഈ എഞ്ചിൻ ഓയിൽ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാം. അതിന് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഫ്ലാറ്റ് ഒരു സർഫസിൽ സെന്റർ സ്റ്റാൻഡ് ഇട്ട് ബൈക്ക് വെക്കുക എന്നുള്ളതാണ്. പ്രോപ്പർ ആയിട്ട് റീഡിംഗ് കിട്ടാൻ ഇത് ഉപകരിക്കും. ചില വണ്ടികളുടെ കോൾഡ് ആയിട്ടിരിക്കുമ്പോഴും ചിലതിൽ വാമപ്പ് ആയിരിക്കുമ്പോഴും നമുക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാം. നിങ്ങളുടെ വണ്ടിക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്ന് യൂസർ മാനുവൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദ്യത്തെയാണ് ഡിപ്സ്റ്റിക് മെത്തേഡ്. ഈ ഡിപ്സ്റ്റിക് മെത്തേഡിൽ നമ്മൾ ആദ്യം ബൈക്കിൽ നിന്ന് ഡിപ്സ്റ്റിക് പ്ലെയർ ഉപയോഗിച്ച് ഊരിയതിന് ശേഷം ആദ്യം അതിലെ ഓയിലൊക്കെ നമ്മൾ ക്ലോത്ത് ഉപയോഗിച്ച് ക്ലീൻ ആക്കുക. അപ്പോൾ അതിൽ രണ്ട് മാർക്കിംഗ് കാണും. അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ ഡിസ്ട്രിക്ട് ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ രണ്ട് മാർക്കിങ്ങിനെ ഇടയ്ക്കാണ് എഞ്ചിൻ ഓയിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലെവലാണ്. അതിന് മുകളിൽ നിന്നാലും ഈ രണ്ടാമത്തേന് താഴെ നിന്നാലും പ്രശ്നമാണ്. ഇനി പറയുന്ന മെത്തേഡാണ് പുതിയ മിക്ക ബൈക്കുകളിലും വരുന്നത്. അതായത് എഞ്ചിന്റെ സൈഡിലായിട്ട് ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ് കാണും. അതിനകത്ത് ഈ രണ്ട് മാർക്കിംഗ് കാണും. ഈ മാർക്കിങ്ങിന്റെ ഇടയ്ക്കാണ് ഓയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. സംഭവം കാര്യം കേട്ടപ്പോൾ ചെറുതായിട്ട് തോന്നിയെങ്കിലും ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബൈക്കിന്റെ ലൈഫ് ഒരുപാട് നാൾ നിൽക്കും. ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ സാരഥി കെയറിന്റെ പേജ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്താണെങ്കിലും കമന്റ് ചെയ്യുക, DM ചെയ്യുക.